ഹലോ മക്കളെ, റീനീറ്റ് 226 പ്രിപ്പയർ ചെയ്യുന്ന മക്കളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബോധി എൻട്രൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ബയോളജി സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജി +1 ബയോളജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾ ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജി. നിങ്ങൾക്കറിയാം, നമ്മൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് അറൗണ്ട് ഒരു 10 to 15 അല്ലെങ്കിൽ 15 to 20 ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു സെക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ ഫിസിയോളജിയിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിച്ചത് തന്നെയല്ലേ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, then body fluids and circulation, then excretory products and their elimination, locomotion and movement, neural control and coordination, and finally chemical coordination and integration. അപ്പോൾ ഈ 6 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ജൂൺ 21 നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന നീറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? നമുക്ക് പോവാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ എഫക്റ്റ് റെഫേഴ്സ് ടു അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ അറ്റ് ലോ കാർബൺ ഡൈ ഓക്സൈഡ്. സെക്കൻഡ് ഓപ്ഷൻ, ഡിക്രീസ്ഡ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ഹൈ കാർബൺ ഡൈ ഓക്സൈഡ്. Decreased affinity of hemoglobin for oxygen at high carbon dioxide. Third option, binding of carbon dioxide with the hemoglobin. And the fourth option, transport of oxygen by plasma. ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നമ്മൾ പഠിച്ചതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പോൾ മീൻസ് ഒന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്താണ് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കർവ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിജൻ്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനും ഓക്സിജനും അസോസിയേറ്റ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അത് ടിഷ്യൂവിലെത്തുന്ന സമയത്ത് എന്തായി, ഹീമോഗ്ലോബിന് ഓക്സിജനെ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബോർ ഇഫക്റ്റ് ആണ്. എന്താണ് ഈ ബോർ ഇഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് pH, how carbon dioxide and pH affect hemoglobin affinity for oxygen. ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി, ഓക്സിജനോടുള്ള അഫിനിറ്റീനെ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും pHഉം എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി ദിസ് ബോർ ഇഫക്റ്റ് എവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്? ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി ടിഷ്യൂസിലല്ലേ ഹാപ്പൻ ചെയ്യുന്നത് ബോർ ഇഫക്റ്റ്. അണ്ടർസ്റ്റുഡ്? ബിഫോർ ദാറ്റ്, എന്താണ് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ ഷേപ്പ്? അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദി ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇറ്റ് ഇസ് എ സിഗ്മോയിഡ് കർവ് അല്ലേ. അപ്പം ബോർ ഇഫക്റ്റ് നടക്കുന്നത് എവിടെയാണ്? ടിഷ്യൂസിലാണ് നടക്കുന്നത്. എന്താണ് ടിഷ്യൂസിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹിയർ റെസ്പിറേഷൻ, സെല്ലാർ റെസ്പിറേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വെരി ഹൈ ഇൻ ടിഷ്യൂസ് ആൻഡ് ദ pH ഈസ് ലോ. അതാണ് ടിഷ്യൂസിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ടിഷ്യൂസിൽ എത്തുന്ന സമയത്ത് ഡ്യൂ ടു ദിസ് എഫക്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഹൈ ആണ്, pH കുറവാണ്. ദാറ്റ് ഓൾട്ടേഴ്സ് ദി ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഹീമോഗ്ലോബിന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ബോർ ഇഫക്റ്റ്. ഈ സിഗ്മോയിഡ് കർവ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇറ്റ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദി റൈറ്റ് അല്ലേ. ബോർ ഇഫക്റ്റിൽ ഈ സിഗ്മോയിഡ് കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അണ്ടർസ്റ്റുഡ്? അതേപോലെ തന്നെ ഒരു എഫക്റ്റാണ് എന്ത്? ഹാൾഡെയ്ൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതെവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്? ബോർ ഇഫക്റ്റ് ടിഷ്യൂസിലാണെങ്കിൽ എന്താണ്? ഹാൾഡെയ്ൻ ഇഫക്റ്റ് എവിടെയാണ്? ലങ് ആൽവിയോളിയിലല്ലേ. അവിടെ എന്താണ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹാൾഡെയ്ൻ ഇഫക്റ്റ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൗ oxygen and hydrogen ion concentration affect affinity of hemoglobin for carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിസോസിയേഷൻ ആണ് അവിടെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ലങ് ആൽവിയോളിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് വെരി ഹൈ. അതേപോലെ ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ ആൾട്രേഷൻ വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനെ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. എവിടെ? ലങ്സിൽ. അപ്പോൾ ആൾഡെയ്ൻ ഇഫക്റ്റ് ലങ്സിലുമാണ്, ബോർ ഇഫക്റ്റ് നടക്കുന്നത് ടിഷ്യൂസിലുമാണ്. നൗ വി ക്യാൻ മൂവ് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് വരാം.
എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ബോർ ഇഫക്റ്റ് റിഫേഴ്സ് ടു. അപ്പം ടീച്ചർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻക്രീസ്ഡ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ അറ്റ് ലോ കാർബൺ ഡൈ ഓക്സൈഡ്. അതാണോ? അല്ല, ഇതല്ല. ഡിക്രീസ്ഡ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ അറ്റ് ഹൈ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു ബോർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ടിഷ്യൂലല്ലേ നടക്കുന്നത്. അപ്പം ഡിക്രീസ്ഡ് എഫിനിറ്റി, ഇതിൽ ബോർ ഇഫക്റ്റ് എന്താ ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ്റെ എഫിനിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ടിഷ്യൂസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ അവർ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ അറ്റ് ഹൈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി തേർഡ് സി ആൻഡ് ഡി ഓപ്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ആൻസർ ഇവിടെ കിട്ടി. ബി ആണ് ഓപ്ഷൻ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വാൽവ് പ്രിവെൻറ്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് from the left ventricle to the left atrium? അല്ലേ, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വാൾവ്സ്. ഹാർട്ടിലെ വാൾവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം ഹ്യൂമൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ 4 ചേമ്പേർഡ് ഹാർട്ടാണ്. ഈ ഹാർട്ടിൽ അപ്പർ 2 ചേമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏട്രിയം ആണ്. ലോവർ 2 ചേമ്പേഴ്സ് വെൻട്രിക്കിൾ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഹാർട്ടിൽ 3 വാൾവ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് ആൻഡ് സെമി ലൂണർ വാൽവ്സ്. ഇത്രയും 3 എണ്ണമല്ലേ ഉള്ളത്. റൈറ്റ് സൈഡിൽ ഏത് വാൽവാണ് ഉള്ളത്? റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് ഏത് വാൽവ് കാണുന്നു? ട്രൈകസ്പിഡ് വാൽവ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് ഏത് വാൽവാണ്? ബൈകസ്പിഡ് വാൽവ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിട്രൽ വാൽവ് അല്ലേ. പിന്നെ സെമിലൂണർ വാൾവ്സ് കാണുന്നത് നമുക്കറിയാം. പൾമിനറി ആ ഒരു അയോട്ടയുടെ ഇനീഷ്യൽ പോയിന്റിലും പൾമിനറി ആർട്ടറിയിലും ആ ഒരു സ്റ്റാർട്ടിങ്ങിലുമാണ് എന്ത് കാണുന്നത്? സെമിലൂണർ വാൾവ്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വാൽവ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ അല്ലേ. ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ലേ ബ്ലഡിൻ്റെ നടക്കുന്നത്. വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ഏട്രിയത്തിലേക്ക് പോവാതെ അതാണ് ബാക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ വാൽവ്സ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വാൽവ് പ്രിവെൻറ്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഫ്രം ഏത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദി ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോവാതെ ബ്ലഡിൻ്റെ ആ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്ന വാൽവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓപ്ഷൻ എയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രൈകസ്പിഡ് വാൽവ്. ബിയിൽ സെമിലൂണർ വാൽവ്സ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിട്രൽ വാൽവ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് പൾമിനറി വാൽവ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിൽ ഏതാണ്? ട്രൈകസ്പിഡ് വാൽവാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്? ബൈകസ്പിഡ് വാൽവാണുള്ളത്. ഇവിടെ ബൈകസ്പിഡ് വാൽവിന് ഓപ്ഷൻ ഉണ്ടോ മക്കളെ? ബൈകസ്പിഡ് വാൽവിൻ്റെ ഓപ്ഷനേ ഇല്ല. പകരം എന്താണുള്ളത്? മിട്രൽ വാൽവ് അല്ലേ. ബൈകസ്പിഡ് വാൽവ് ഈസ് ഓൾസോ നോൺ ആസ് മിട്രൽ വാൽവ്. സോ അവർ ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്ന വാൽവാണ് ഏത്? മിട്രൽ വാൽവ്, അതർവൈസ് നോൺ ആസ് ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ECG അല്ലേ. വിച്ച് വേവ് ഓഫ് ദി ECG റെപ്രസെൻറ്റ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ? ECG നമുക്കറിയാം ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അവിടെ കാണുന്ന വേവ്സ് ഏതൊക്കെയാണ്? P വേവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോംപ്ലക്സ് ഓഫ് വേവ്സ് ആണെന്ത്? QRS, ദെൻ T വേവ്. ഇത്രയും വേവ്സ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഓരോ വേവും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് NCERT ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ? നമുക്ക് നോക്കാം. P വേവ് എന്ന് പറഞ്ഞാൽ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? P വേവ് റെപ്രസെൻറ്റ്സ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഏട്രിയൽ ഡീപോളറൈസേഷൻ, ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏത്? P വേവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? QRS വേവ്. ഏട്രിയൽ കൺട്രാക്ഷൻ കഴിഞ്ഞാൽ എന്ത് കൺട്രാക്ട് ചെയ്യണം? വെൻട്രിക്കുലർ കൺട്രാക്ഷൻ വേണ്ടേ? അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അതല്ലേ ഈ വേവ്സിൻ്റെ ഒരു കോംപ്ലക്സ് വേവ്സ് കാണിക്കുന്നത്? QRS വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? T വേവ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, റിലാക്സേഷൻ ഓഫ് ദി വെൻട്രിക്കിൾ. കൺട്രാക്ട് ചെയ്ത വെൻട്രിക്കിൾ വീണ്ടും റിലാക്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? വെൻട്രിക്കുലർ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അത് ഏത് വേവാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? T
ടി വേവ് അല്ലേ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വേവ് ഓഫ് ദി ECG റെപ്രസെൻറ്റ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ? വെൻട്രിക്കുലാർ കൺട്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഏതാണെന്നാണ് പറഞ്ഞത്. ഏത് വേവ് ആണ് ഈ ഓപ്ഷനിൽ? പി വേവ് ആണോ, QRS കോംപ്ലക്സ് ആണോ, ടി വേവ് ആണോ, അതോ യു വേവ് ആണോ? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഈ ഒരു കോംപ്ലക്സ് QRS കോംപ്ലക്സ് ആണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അവർ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? QRS കോംപ്ലക്സ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ. നമ്മൾ ഏത് ചാപ്റ്ററിലോട്ട് എത്തി? ഏത് ചാപ്റ്ററിലെ? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ. വാട്ടറിൻ്റെ മാക്സിമം റീഅബ്സോർപ്ഷൻ ബോഡിയിലോട്ട് തന്നെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന്. എവിടെയാണ്? നെഫ്രോണായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ? നമുക്കറിയാം നെഫ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദി കിഡ്നി. കിഡ്നീൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നെഫ്രോണിന് രണ്ട് മെയിൻ ആയിട്ടുള്ള പാർട്ടാണുള്ളത്, ഗ്ലോമറുലസ് ആൻഡ് യൂറിനിഫറസ് ട്യൂബ്യൂൾ അല്ലേ? കിഡ്നി ട്യൂബ്, റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറയും. അപ്പം ഈ ഒരു ഫിൽട്രേഷൻ ഓഫ് ദി ബ്ലഡ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ടെഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ദാറ്റ് ആർ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ വെച്ചിട്ട് ബ്ലഡിന് ഫിൽട്രേഷൻ നടന്നിട്ട് ആ ഫിൽട്രേറ്റ് ആണ് എവിടേക്ക് വരുന്നത്? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്നത്. ഈ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. അതോടൊപ്പം തന്നെ നൈട്രോജനസ് വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസസും അതിലുണ്ട്. അപ്പം ഈ ഒരു സബ്സ്റ്റൻസ് നമുക്കറിയാം GFR റേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എത്രയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോർമൽ പേഴ്സൻ്റെ 125 milliliter per minute അല്ലെങ്കിൽ 180 liters. അപ്പോൾ അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് NCERTയിൽ. അപ്പോൾ ഒരു ദിവസം ഒരു അഡൽട്ട് റിലീസ് ഔട്ട് ചെയ്യുന്ന യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 1.5 liters ആണ്. അപ്പോൾ ഈ 180 liters അതിന് എന്ത് ചെയ്യണം? 1.5 liters ആവണമെങ്കിൽ അത്രയും സബ്സ്റ്റൻസസ് നമുക്ക് ആവശ്യമുള്ളതാണ്. റീഅബ്സോർബ് ചെയ്ത് ബോഡിയിലേക്ക് തന്നെ വരണം അല്ലേ? അത് എവിടെയാണ് നടക്കുന്നത്? വൈൽ ദ ഫിൽട്രേറ്റ് ഈസ് മൂവിങ് ത്രൂ ദി റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് ബോഡിയിലോട്ട് തന്നെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം റീനൽ സെക്രീഷനും നടക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ മാക്സിമം നടക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? DCT. വാട്ട് ഈസ് DCT? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ദെൻ കളക്റ്റിംഗ് ഡക്റ്റ്. PCT or proximal convoluted ട്യൂബ്യൂൾ. ദെൻ ലൂപ്പ് ഓഫ് ഹെൻലി. പറഞ്ഞ് എവിടെ വെച്ചിട്ടാണ് മാക്സിമം റീഅബ്സോർപ്ഷൻ? വാട്ടറിൻ്റെത് കളയും, വാട്ടർ എന്നുള്ള കൺസെപ്റ്റ് വരെ മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് നടക്കുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചതല്ലേ, മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ചിട്ടല്ലേ? അവിടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അവിടെ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിനെ ലൈൻ ചെയ്തിട്ട് എന്ത് കാണുന്നുണ്ട്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂബോയിഡൽ, സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം അല്ലേ? ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ബോർഡർ സർഫസ് കാണുന്നുണ്ട്. സോ ദാറ്റ് ഇൻക്രീസസ് ദി ഏരിയ ഓഫ് റീഅബ്സോർപ്ഷൻ. അതുകൊണ്ട് തന്നെ ഒരു 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അതേപോലെ അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ് എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുടെയും ബോഡിയിലോട്ടുള്ള മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? PCTയിൽ വെച്ചിട്ടല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ. ആൻസർ എന്താണ്? ഒന്നും ചിന്തിക്കേണ്ടതില്ല. ദാറ്റ് ഈസ് PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം എക്സസീവ് യൂറിനേഷൻ ആൻഡ് എക്സസീവ് തേഴ്സ്റ്റ്. ഒരു പേഷ്യൻറ്റിന് എന്താണ് എപ്പോഴും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ ആൾക്ക് നല്ലപോലെ ദാഹവും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇസ് നോർമൽ. ഗ്ലൂക്കോസ് ലെവലൊക്കെ നോക്കിയ സമയത്ത് ഇറ്റ് ഇസ് നോർമൽ. അങ്ങനെയാണെങ്കിൽ ദ മോസ്റ്റ് ലൈക്ലി ഹോർമോണൽ ഡെഫിഷ്യൻസി, അതൊരു ഹോർമോണൽ ഡെഫിഷ്യൻസി ആവും. വിച്ച് ഹോർമോൺ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എ പേഷ്യൻറ്റ് സഫർ ഫ്രം എക്സസീവ് യൂറിനേഷൻ ആൻഡ് എക്സസീവ് തേഴ്സ്റ്റ്. ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇസ് നോർമൽ. ദ മോസ്റ്റ് ലൈക്ലി ഹോർമോൺ ഡെഫിഷ്യൻസി, ഏത് ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? അപ്പോൾ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? എക്സസീവ് ലോസ് ഓഫ് വാട്ടർ. ഇങ്ങനെ ഫ്രീക്വൻ്റായി യൂറിൻ പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടർ ലോസേജ്, ബോഡിയിൽ നിന്ന് വാട്ടർ എക്സസീവായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ആ ഒരു കണ്ടീഷൻ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആ ഒരു കണ്ടീഷന് പറയുന്ന പേരെന്താണ്? പറയേ, ഡയൂറസിസ് അല്ലേ? ഡയൂറസിസ്, എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ഫ്രം അവർ ബോഡി ഇസ് കോൾഡ് ഡയൂറസിസ്. ആ ഡയൂറസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഇല്ലേ നമ്മുടെ ബോഡിയിൽ? വിച്ച് ഇസ് ദാറ്റ് ഹോർമോൺ? പറഞ്ഞേ. ഓപ്ഷൻ നോക്കാം. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ADH, ആൽഡോസ്റ്റിറോൺ. ഇൻസുലിൻ ആണോ? നോർമൽ ലെവലോ ഗ്ലൂക്കോസ് ഒക്കെ നോർമൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കഗോണും അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഗ്ലൂക്കോസിൻ്റെ ആ ലെവലുമായിട്ട് റിലേറ്റഡ് അല്ല ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു.
Then ADH. What is ADH? And last option is aldosterone. Aldosterone ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ADHന്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇവിടെ എന്താണ് കണ്ടീഷൻ? ഡയൂറസിസ് അല്ലേ, എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദി ബോഡി. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺ ഏതാണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോണോൾ ADH അല്ലേ. അപ്പം നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ADH ആണ് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം എക്സസീവ് യൂറിനേഷൻ, ഡയൂറസിസ് ആൻഡ് എക്സസീവ് തേഴ്സ്റ്റ്. അപ്പോൾ ഏത് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ് അവിടെ നടന്നത്? ADH ഹോർമോൺ. പറഞ്ഞ് ADH എന്നുള്ള ഹോർമോൺ എവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ? വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ADH? ADH സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ് നമ്മുടെ ബോഡിയിൽ? ഇറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഏതൊക്കെ? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ഓർ ആൻഡ് ഓക്സിറ്റോസിൻ. വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺ. ഇതിൽ വാസോപ്രസിൻ്റെ അനദർ നെയിമാണ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോർമോൺ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്താലും വേർ ഇറ്റ് ഈസ് സ്റ്റോർഡ്, അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബ്സ് അല്ലേ ഉള്ളത്? ഏതൊക്കെയാണ്? ആൻറ്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. ആൻറ്റീരിയർ ലോബിന് പറയുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. പോസ്റ്റീരിയർ ലോബിന് പറയുന്ന പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE ചോദിക്കും. അപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ ഈ NTA ഓരോ ക്വസ്റ്റ്യനുമാണ്. അല്ലെങ്കിൽ നീറ്റിന് നമുക്ക് വരുന്ന ഈ ലൈൻ NCERT ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഷുഡ് റീഡ് ലൈൻ ബൈ ലൈൻ. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിച്ചാൽ മാത്രമേ യു ക്യാൻ സ്കോർ എബോവ് 330 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം അഡിനോ ഹൈപ്പോഫൈസിസും ഉണ്ട്, ന്യൂറോ ഹൈപ്പോഫൈസിസും ഉണ്ട്. ഈ ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ് ഈ ഹൈപ്പോതലാമിക് ഹോർമോൺസിന് സ്റ്റോറേജ് നടക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ADH അല്ലെങ്കിൽ അഡിനോ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. ഇവിടുത്തെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? നൗ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. വാട്ട് ഈസ് അറ്റ്ലസ്? വേർ ഇറ്റ് ഈസ് പ്രസൻറ്റ്? അറ്റ്ലസ്, ആക്സിസ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിലുള്ള ജോയിൻറ്റ് ഏതാണെന്നാണ് നമ്മൾ സിനോവിയൽ ജോയിൻറ്റ്സ് പഠിച്ചു. അതിൽ അറ്റ്ലസിനും ആക്സിസിനും ഇടയിൽ വേർ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ലൊക്കേറ്റഡ്. ഏതാണ് അറ്റ്ലസും ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വെർട്ടിബ്രേസ് പഠിച്ചിട്ടില്ലേ? 26 അല്ലേ? ഒരു അഡൽട്ടിലുള്ള വെർട്ടിബ്രേൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 26 ആണ്. അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. സെർവൈക്കൽ വെർട്ടിബ്രേ, തൊറാസിക് വെർട്ടിബ്രേ, ലെംബാർ, സേക്രൽ ആൻഡ് കോക്സീജിയൽ അല്ലേ? സെർവൈക്കൽ, തൊറാസിക്, ലെംബാർ, സേക്രൽ ആൻഡ് കോക്സീജിയൽ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എത്രയാണ് സെർവൈക്കൽ വെർട്ടിബ്രേ എന്ന് പറഞ്ഞാൽ? 7 ആണ് സെർവൈക്കൽ വെർട്ടിബ്രേ. ഈ 7 സെർവൈക്കൽ വെർട്ടിബ്രേ ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്രേനെ പറയുന്ന പേരാണ് എന്ത്? അറ്റ്ലസ് എന്ന് പറയുന്നത്. C1 എന്ന് പറയാം നമുക്ക്. ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്രേ ആണ് അറ്റ്ലസ്. ദെൻ സെക്കൻഡ് സെർവൈക്കൽ വെർട്ടിബ്രേ ആണ് ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇവിടെയാണ് അത് കാണുന്നത്. അപ്പം ആ മൂവ്മെൻറ്റ്, നെക്കിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ജോയിൻ്റ് ആയിരിക്കും മെയിനായിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഏതാണ് ജോയിൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്ലസിനും ആക്സിസിനും ഇടയിൽ കാണുന്ന ജോയിൻ്റ് ഏതാണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹിഞ്ച് ജോയിൻറ്റ്, പിവോട്ട് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ആൻഡ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. അപ്പോൾ റൊട്ടേഷണൽ മൂവ്മെൻ്റ് അല്ലേ? നമുക്ക് കഴുത്തിന് അല്ലെങ്കിൽ നമ്മളെ നെക്കിനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കണം. അതിന് പറ്റിയൊരു ജോയിൻറ്റ് ഏതാണ്? ഡെഫിനറ്റ്ലി നിങ്ങളെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ആയിരിക്കണം. പിവോട്ട് ജോയിൻറ്റ് അല്ലേ? പിവോട്ട് ജോയിൻ്റ് ആണ് അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിൽ കാണുന്ന ജോയിൻറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് നെക്കിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, നൗ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During resting potential, the outer side of the neuron membrane is. ഈ ഒരു ന്യൂറോണിന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ടർ മെമ്മറൈനിൽ എന്ത് ചാർജാണ് കാണുന്നത്? ഓപ്ഷൻസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണോ, ന്യൂട്രൽ ആണോ, ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണോ? നമുക്കറിയാം ഈ ന്യൂറോണ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെംബ്രെയിനിൽ ഇറ്റ് ഈസ് പെർമിബിൾ ടു പൊട്ടാഷ്യം അയോൺസ് അല്ലേ? ഓൾറെഡി പൊട്ടാഷ്യം അയോൺസ് ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ മെംബ്രെയിൻ്റെ അകത്തായിട്ടാണ് ഇൻസൈഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് പെർമിബിൾ, ദ മെംബ്രെയിൻ ഈസ് പെർമിബിൾ ടു പൊട്ടാഷ്യം അയോൺസ്. അപ്പോൾ ഉള്ളിലുള്ള പൊട്ടാഷ്യം അയോൺസ് എന്താ വരുന്നത്? പുറത്തേക്ക് വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചാർജ് എന്താണ് ഏറ്റവും ഔട്ടർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ അത് തന്നെയല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? ഡ്യൂറിങ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ദ ഔട്ടർ സൈഡ് ഓഫ് ദി ന്യൂറോണൽ മെംബ്രെയിൻ ഈസ് എന്ത് ചാർജ് ആണുള്ളത് എന്നാണ് ചോദിച്ചത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ബിക്കോസ്
ഇറ്റ് ഈസ് പെർമിബിൾ ടു പൊട്ടാഷ്യം അയൺ. അത് വീണ്ടും വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം. ആ ഈ ഒരു പോസിറ്റീവ് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ ന്യൂറോൺ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഔട്ടർ മെമ്പറൈനിൽ പോസിറ്റീവ് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? പൊട്ടാഷ്യം അയോൺസ് അല്ലേ? അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ്യം അയോൺസ് ആണ്. ഓക്കെ, ഇവിടുത്തെ നമ്മളുടെ ആൻസർ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ മെമ്പറൈൻ്റെ ന്യൂറോൺ മെമ്പറൈൻ്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ടൈമിലെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് അറ്റ് ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അപ്പം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂറോണിൻ്റെയും മസിലിൻ്റെ ആ ഒരു ഇടയിലുള്ള ജംഗ്ഷനെയാണ്, സ്പേസിനെയാണ് നമ്മൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് ഈ ഒരു മോട്ടോർ ന്യൂറോൺസ് ക്യാരി ചെയ്തിട്ട് ആ ഒരു ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് റിലീസ് ഔട്ട് ചെയ്യുന്നത്? വെരി സിമ്പിൾ ആൻസർ അല്ലേ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡോപ്പമൈൻ, സെറോട്ടോണിൻ, അസറ്റൈൽ കോളിൻ ആൻഡ് ഗാബ. എന്താണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, അസറ്റൈൽ കോളിൻ അല്ലേ? അസറ്റൈൽ കോളിൻ ആണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക് റിലീസ് ഔട്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 സ്റ്റെപ്സ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റിന് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് അസേർഷൻ? അസേർഷനെ നല്ലപോലെ റീഡ് ചെയ്യുക, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക വെദർ ഇറ്റ് ഈസ് എ ട്രൂ ഓർ എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അസേർഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണോ അതോ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നോക്കാം. നെക്സ്റ്റ് മൂവ് ടു റീസണിലോട്ട് വരിക. റീസണും അങ്ങനെ തന്നെ വെദർ ഇറ്റ് ഈസ് എ ട്രൂ ഓർ എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടും ശരിയാണെങ്കിൽ അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഇനി നമുക്ക് അവിടെ പ്രോബ്ലം ഒരു ഇഷ്യൂ വരുവാണ്. നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെയും വരുവാണ്, എ ഇസ് ട്രൂ, ബി ഇസ് ട്രൂ, A is true and R is true. Assertion true, reason true, and reason is the correct explanation of the A. അതുകൂടെ നമ്മൾ നോക്കണം. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുകൂടെ നോക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ടേറ്ററി കണ്ടക്ഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ദി കണ്ടിന്യൂസ് കണ്ടക്ഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി കിട്ടിയോ? സാൾട്ടേറ്ററി കണ്ടക്ഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ദി കണ്ടിന്യൂസ് കണ്ടക്ഷൻ. അപ്പോൾ നെർവിൻ്റെ ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ മൂവ്മെൻറ്റിനെയാണ്, ഇമ്പൾസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റീസൺ എന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജംപ് ഫ്രം വൺ നോഡ്സ് ഓഫ് റാൻവിയർ ടു ദ അനദർ. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുന്നത്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് സാൾട്ടേറ്ററി കണ്ടക്ഷൻ ആണ് എന്തിനേക്കാട്ടിലും ഫാസ്റ്റ് ആയിരിക്കുന്നത്? കണ്ടിന്യൂസ് കണ്ടക്ഷനേക്കാട്ടും ഫാസ്റ്റ്. അപ്പോൾ എന്താണ് മക്കളെ ഈ സാൾട്ടേറ്ററി കണ്ടക്ഷനും കണ്ടിന്യൂസ് കണ്ടക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ്? രണ്ടും ഇമ്പൾസിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു പ്രോസസ്സാണ്. 2 ടൈപ്പ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്ഫർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സാൾട്ടേറ്ററി ആൻഡ് കണ്ടിന്യൂസ്. പറഞ്ഞേ, ഏത് ടൈപ്പ് ഓഫ് ന്യൂറോൺസിലാണ് സാൾട്ടേറ്ററി കണ്ടക്ഷൻ നടക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് ന്യൂറോൺസിലാണ്? ഇറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ ദി മൈലിനേറ്റഡ് ന്യൂറോൺസ് അല്ലേ? മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ന്യൂറോൺസിലാണ് എന്ത് നടക്കുക? സാൾട്ടേറ്ററി കണ്ടക്ഷൻ നടക്കുന്നത്. നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസിലാണ് എന്താണ്? കണ്ടിന്യൂസ് കണ്ടക്ഷൻ നടക്കുന്നത്. എന്താണ് ഈ സാൾട്ടേറ്ററി കണ്ടക്ഷൻ മൈലിനേറ്റഡ് ന്യൂറോൺസിൽ നടക്കാൻ കാരണം? ഈ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ളൊരു ഷീറ്റാണ്, ഇൻസുലേറ്റിംഗ് ഷീറ്റാണ്. അപ്പോൾ അത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും? ഈസി ഫ്ലോ ഓഫ് ഫ്രീ ഫ്ലോ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിൻ്റെ ആ ഇമ്പൾസിൻ്റെ ഫ്രീ ഫ്ലോനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, തിക്കായിട്ടുള്ള മൈലിൻ ഷീറ്റ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾക്കറിയാം, വാട്ട് ഈസ് നോട്ട്സ് ഓഫ് റാൻവിയർ? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 മൈലിൻ ഷീറ്റുകൾക്കിടയിലുള്ള മൈക്രോസ്കോപ്പിക് ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുക? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് ഒരു ന്യൂറോൺ, അതിൻ്റെ മൈലിൻ ഷീത്താണ് ഇത്. മൈലിൻ ഷീത്തിന് ഇടയിലുള്ള ഈ ഒരു സ്പേസിനാണ് നമ്മൾ എന്ത് പറയുക? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് 2 അടുത്തടുത്തുള്ള മൈലിൻ ഷീത്തിന് ഇടയിലുള്ള സ്പേസ് ആണ് എന്ത്? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂറോണിൽ, മൈലിനേറ്റഡ് ന്യൂറോണിൽ ഒരു ഈ ന്യൂറോണിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യലിനെ ഇമ്പൾസിൻ്റെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ മൈലിനേറ്റഡ് ഷീറ്റിൻ്റെ, ബിക്കോസ് ഇറ്റ് ഇസ് എ തിക്ക് ഷീറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂറോണിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്? ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്ഫർ നടക്കുന്നത് അതാണ് പറയുന്നത്. നോട്ട്സ് ഓഫ് റാൻവിയർ അത് ജമ്പ് ചെയ്തിട്ടാണ്, ഇമ്പൾസ് ജമ്പ് ചെയ്യും. ആക്ഷൻ പൊട്ടൻഷ്യൽ ജംപ് ഫ്രം വൺ നോട്ട്സ് ഓഫ് റാൻവിയർ ടു ദി അനദർ. മൈലിൻ ഷീറ്റിനെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നോട്ട്സ് ഓഫ് റാൻവിയറിന്ന് ഒരു നോട്ട്സ് ഓഫ് റാൻവിയറിന്ന് അടുത്ത നോട്ട്സ് ഓഫ് റാൻവിയറിലേക്ക് എന്ത് ചെയ്യാണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസ് അങ്ങോട്ട് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് വെരി ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് ദി കണ്ടിന്യൂസ് കണ്ടക്ഷൻ. കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ല, നോൺ മൈലിനേറ്റഡിലാണ് ഈസി ആയിട്ട് എന്ത് ചെയ്യാണ്? ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്ഫർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനേക്കാളും ജമ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാവുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ അല്ലേ? അതാണ് നമ്മുടെ എസേഷനും റീസൺ. ഇനി ഒന്നുകൂടെ അന്ന് എസേഷനും റീസണും നമുക്ക് വായിച്ചു നോക്കാം. എസേഷൻ പറഞ്ഞത് എന്താണ്? സാൾട്ടേറ്ററി കണ്ടക്ഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ദി കണ്ടിന്യൂസ് കണ്ടക്ഷൻ. അത് തന്നെയല്ലേ, അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സാൾട്ടേറ്ററി കണ്ടക്ഷൻ എപ്പോഴും എന്തിനെക്കാട്ടിലും ഫാസ്റ്റർ ആണ്? കണ്ടിന്യൂസ് കണ്ടക്ഷനെക്കാട്ടും ഫാസ്റ്റർ ആണ്. ഇനി റീസണിൽ എന്താണ്, അതിനുള്ള എക്സ്പ്ലനേഷൻ ആണോ തന്നത് നമുക്ക് നോക്കാം. റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജംപ് ഫ്രം വൺ നോഡ്സ് ഓഫ് റാൻവിയർ ടു ദ അനദർ. അതുകൊണ്ടാണ് എന്ത് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സോൾട്ടേറ്ററി കണ്ടക്ഷൻ ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലേ റീസൺ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി എസേഷൻ. എസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് എന്ത് തന്നിരിക്കുന്നത്, ഇവിടെ റീസൺ ആയിട്ടും തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ആലോചിച്ച് കണ്ട് വേണം ഏതിൻ്റെ ആൻസർ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള എസേഷൻ റീസൻ്റെ. അപ്പോൾ കുട്ടികൾ എപ്പോഴും ഒരു മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണ് ഈ എസേഷൻ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഹോർമോൺ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏത് ഹോർമോണാണ് നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുന്നത്? ഗ്ലൂക്കോസ് ലെവൽ ബോഡിയിൽ നോർമലാക്കി വെക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഏത്? പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കോണും ഇൻസുലിനും. നമുക്കറിയാം അല്ലേ? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് ആണ്. ഗ്ലൂക്കോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ആൽഫ സെൽസ് ആണ്. അപ്പോൾ നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിട്ട് കഴിഞ്ഞാൽ അതിനെ താഴ്ത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് എക്സസ് ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിലുണ്ട്. അപ്പോൾ അതിനെ ആര് കൺവേർട്ട് ചെയ്യും? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഇൻസുലിൻ അല്ലേ? അപ്പോൾ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഡിക്രീസ് ചെയ്യുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഇതെങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ലിവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലിൻ അല്ലേ? ദ വിച്ച് ഹോർമോൺ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഇനി ഓപ്പോസിറ്റ് കണ്ടീഷൻ, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ വല്ലാതെ കുറഞ്ഞു പോയി. അപ്പോൾ ആരാണ് ഏറ്റെടുക്കുന്നത്? അത് ഗ്ലൂക്കോൺ അല്ലേ? ഗ്ലൂക്കോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് ലിവറിൽ പോയിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൈക്കോജനോലൈസിസ് അല്ലേ? അപ്പം നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻസുലിൻ ആണ്. വിച്ച് ഹോർമോൺ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? നമുക്കൊന്നും ആലോചിക്കേണ്ട, ഇൻസുലിൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടീൻ കവേഴ്സ് ദി ആക്റ്റീവ് സൈറ്റ് ഓൺ ആക്റ്റിൻ ഡ്യൂറിങ് മസിൽ റിലാക്സേഷൻ? മസിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്റ്റിൻ്റെ മുകളിൽ മയോസിന് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്പേസ് ആണ് എന്ത്? ആക്റ്റീവ് സൈറ്റ് ഓഫ് മയോസിൻ ഓൺ ദി ആക്റ്റിൻ അല്ലേ? ആ ഒരു സൈറ്റിനെ മാസ്ക് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആക്റ്റിൻ ആൻഡ് മയോസിൻ അല്ലേ? ലൈറ്റ് ബാൻഡിൽ കാണുന്ന പ്രോട്ടീനാണ് എന്ത്? ആക്റ്റിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 എഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അല്ലേ? നല്ല ഹെലിക്കലി കോയിലായിട്ടുള്ള എഫ് ആക്റ്റിൻ ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ട് എന്ത് പോകുന്നുണ്ട്? ഈ ഒരു ആക്റ്റീവ് സൈറ്റിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ട്രോപ്പോമയോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ലെയർ അല്ലെങ്കിൽ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഈ ഒരു എഫ് ആക്റ്റിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെസ്റ്റിംഗ് സമയത്ത് കാൽഷ്യം ലെവൽ കുറവായിരിക്കും. ഈ ഒരു ആക്റ്റീവ് സൈറ്റ് ഓഫ് മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെ മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഈ ട്രോപ്പോമയോസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് വാട്ട് ഇസ് ട്രോപ്പോണിൻ? ട്രോപ്പോണിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോട്ടീൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദി ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിനിൽ കാണുന്ന ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ ആണ് എന്ത്? ട്രോപ്പോണിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ് ഹോൾഡ് ദിസ് ട്രോപ്പോമയോസിൻ കറക്റ്റ്ലി ഓൺ ദാറ്റ്. എവിടെയാണോ മാസ്ക് ചെയ്യേണ്ടത് അവിടെ ഈ ട്രോപ്പോമയോസിനെ ഹെൽഡ് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ ട്രോപ്പോണിൻ ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് പ്രോട്ടീൻ കവേഴ്സ് ദി ആക്റ്റീവ് സൈറ്റ് ഓൺ ആക്റ്റിൻ ഡ്യൂറിങ് മസിൽ റിലാക്സേഷൻ? റെസ്റ്റിംഗ് ടൈമിൽ ഒരു ആക്റ്റീവ് സൈറ്റിനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോപ്പോമയോസിൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഹൈപ്പോതലാമസ് സിന്തസൈസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അത് കറക്റ്റ് ആണോ അല്ലേ?
ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് പറഞ്ഞേ. ഹൈപ്പോതലാമസ് 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഇഷ്യൂ ഇല്ല, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ഹോർമോൺസ് ആർ സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ 2 ഹോർമോൺസും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലല്ലേ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. അവിടെ നിന്നാണ് അതിൻ്റെ റിലീസ് നടക്കുന്നത്. ദാറ്റ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർസ് ഓക്സിറ്റോസിൻ ആൻഡ് ADH. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ ഓക്സിറ്റോസിനെയും ADHനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അല്ല, ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. The neurohypophysis is another name of the posterior pituitary. That also a true. അപ്പം ഈ ഒരു തേർഡ് 1, 2, 4 അതാണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി നല്ലൊരു വെയിറ്റേജ് ഉള്ളൊരു മോഡ്യൂളാണ്. അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.